നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിവിടെ പരിശോധിക്കുന്നത് നമ്മുടെ ജിമെയിൽ വഴി നമ്മുടെ മെയിൽ ഐ ഡിയിൽ നിന്നും എങ്ങനെ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്ത് അയക്കാമെന്നുള്ളതാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ഐ ഡി ജിമെയിൽ കയറി ഓപ്പൺ ചെയ്യണം. അതിന് നമ്മൾ ഇങ്ങനെ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ നേരെ ജിമെയിൽ എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് ആ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർഫേസിൽ വലതുഭാഗത്തായി ജിമെയിൽ എന്നിവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ടൈപ്പ് ചെയ്ത് സൈൻ ചെയ്ത് മെയിൽ ഐ ഡിക്കുള്ളിലേക്ക് കയറുക. അപ്പോൾ ഇത് അയക്കുന്നതിനായി നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ, നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾ എത്തിച്ചേർന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നും ഈ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഒരു പെന്നിന്റെ അടയാളം ഉണ്ടാവും. ഇതിലിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിവിടെ കമ്പോസിന്റെ ഓപ്ഷൻ വരും. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഈ മുകളിലുള്ള ഈ ഒരു 3 ലൈൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് മാറി വരും. ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് നമുക്ക് ഈ കമ്പോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പോസിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു മെയിൽ അയക്കുന്നതിനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് വലുതാക്കിയാണ്, ഇപ്പോൾ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ചെറുതാക്കി സൈഡിൽ നിന്നും അയക്കാം. അപ്പോൾ ഒരു മെയിൽ അയക്കുന്നതിനെ എടുക്കുമ്പോൾ ആദ്യം വേണ്ടതെന്ന് പറയുന്നത്, പുതിയൊരു മെയിൽ അയക്കുമ്പോൾ അതിനൊരു ടു അഡ്രസ് വേണം. കൂടാതെ തൊട്ട് താഴെയായി അതിന് സബ്ജക്റ്റ് വേണം. ഇതിൽ CC എന്ന് പറഞ്ഞ കാർബൺ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരാൾ നിങ്ങൾ അയക്കുന്നതിന്റെ കൂടെ മറ്റൊരാളും കൂടെ അറിയണമെങ്കിൽ അതിന്റെ താഴെ കാർബൺ കോപ്പി വയ്ക്കാം. അതുകൂടാതെ വീണ്ടും ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, BCC, അതായത് ബ്ലാങ്ക് കാർബൺ കോപ്പി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ കൂടി അയക്കുന്ന ആൾക്കാർ, ഈ 2ഉം CCയും അയക്കുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് ആയി മറ്റുള്ള എല്ലാവരെയും കാണുവാൻ സാധിക്കും. പക്ഷെ എന്നാൽ BCC ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ ആ BCC അയക്കുന്ന ആളിനെ ഈ 2 അയക്കുന്ന ആളിനും CC അയക്കുന്ന ആളിനും അറിയുവാൻ സാധിക്കില്ല. കൂടാതെ നമ്മളൊരു സബ്ജക്ട് കൊടുക്കണം. സബ്ജക്ട് കൊടുത്തതിനു ശേഷം നമ്മൾ എന്താണ് ഒരു ബോഡി മെയിൽ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്നു. നമുക്കും ചെയ്തു നോക്കാം. ആദ്യമായി ഞാനിപ്പോൾ ഒരു മെയിൽ ആർക്കാണ് അയക്കേണ്ടത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. തുടർന്ന് എനിക്ക് CC, അതായത് വേറൊരാളോട് കൊടുക്കണമെങ്കിൽ ആ ആളുടെയും നമ്മളുടെ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നും സബ്ജക്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സബ്ജക്ട് ടൈപ്പ് ചെയ്യുകയാണ്. സബ്ജക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെയായി നമുക്കൊരു ബോഡി വേണം. അതായത് നമ്മൾ എന്താണോ അയക്കാൻ പോകുന്നത്, എന്തിനെ പറ്റിയിട്ടാണോ അതിനെപ്പറ്റി നമുക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ മാറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാറ്റർ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ താഴെയായി നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ അതിന്റെ ഫോണ്ട് വലുതാക്കുന്നതിനും മറ്റുമുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ 2 ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഒരു 2 ഇതുണ്ട്. അതായത് നമ്മൾ ചെയ്തത് തന്നെ അൺഡു ചെയ്യുന്നതിനും റീഡു ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ്. ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പുറകിലേക്ക് പോകും, ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് വരും. അപ്പൊ ഇതുപോലെ അത് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് നമുക്ക് ഫോണ്ട് മാറ്റുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഇതിങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണ്ട് മാറി വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് ഈ രീതിയിൽ ഗൂഗിളിൽ നിന്ന് അയക്കുന്ന മെയിലിന്റെ ഫോണ്ടുകൾ നമുക്ക് മാറ്റുവാനും ഈ ഒരു ഓപ്ഷൻ സാധിക്കും. കൂടാതെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു TT എന്നിട്ടിരിക്കുന്ന വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ സൈസ് ലാർജ് വേണോ നോർമൽ ആണോ എന്നുള്ള നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. കൂടാതെ ഇത്തരം ഒരു ടെക്സ്റ്റിനെ നിങ്ങൾക്ക് ബോൾഡ് ആയിട്ട് അയക്കണമെങ്കിൽ, നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോഡിയെ ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ B എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായി ബോൾഡായി മാറുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ A എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് കളർ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതിന് കൊടുക്കുവാനും സാധിക്കും. അപ്പൊ ഇത്രയും നമ്മളിവിടെ ചെയ്തു. തുടർന്ന് നമുക്ക് വേണമെങ്കിൽ താഴെയായി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും പൈസാനം കൊടുക്കാം. ഇങ്ങനെ കൊടുത്ത് നമുക്ക് ഇതിനെ നമ്മുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അയക്കുന്ന ആർക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്നത് നിങ്ങളാണെന്ന് അറിയിക്കാനുള്ള കാര്യങ്ങൾ താഴെയും കൊടുക്കാം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായി വരുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു അറ്റാച്ച്മെന്റോ മറ്റെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഒരു അറ്റാച്ച്മെന്റ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ് അറ്റാച്ച് ഫയൽസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെയായി പോവുക. ഇവിടെ ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്തേക്കായിരിക്കും, നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ ആ കമ്പ്യൂട്ടർ അകത്തേക്കായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് അയക്കേണ്ട ആ ഒരു സാധനം എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പിലാണോ ഡൗൺലോഡ്സിലാണോ അല്ലെങ്കിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്കത് അയക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം, അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ഗാലറിയിൽ കിടക്കുന്ന വീഡിയോസ് ആവാം, ഫോട്ടോസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സൽ ഷീറ്റ് ആവാം, വേഡ് ആവാം, ഇങ്ങനെ ഏത് വേണം നിങ്ങൾക്ക് അയക്കുവാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എത്ര സൈസ് അനുസരിച്ച് ഇതിങ്ങനെ ഇവിടെ മാക്സിമം
ആ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനകത്തുള്ളത് മാത്രമേ നമുക്ക് ഇതുവരെ അയക്കുവാൻ സാധിക്കൂ. അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞു. ഇത്രയും ചെയ്താൽ നമുക്കൊരു മെയിൽ അയക്കുന്നതിനായുള്ള എല്ലാ കാര്യങ്ങളുമായി. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗാലറിയിൽ കിടക്കുന്ന ഇമേജ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മൾ പോയതുപോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് പോയി ഒരു ഇമേജിനെ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഈ താഴെയായി ഈ ഭാഗത്തായി നമുക്ക് പേസ്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അത് പേസ്റ്റ് ആവും. അത് ഇമേജ് ആയാലും ടെക്സ്റ്റ് ആയാലും നമ്മൾ വേർഡ് ഫയലിലാണ് ഇങ്ങനെ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളിപ്പോൾ അറ്റാച്ച്മെന്റ് കൊടുത്തു. ഇനി ബാക്കിയുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഒരു മെയിൽ അയക്കുന്നതിനായി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിലിനെ നമുക്ക് സെൻഡ് ചെയ്യണം. അപ്പൊ സെൻഡ് ചെയ്യുന്നതിനായി ഇവിടെ സെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡയറക്റ്റ് സെൻഡ് ചെയ്താൽ ഈ സെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന അഡ്രസ്സുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മെയിൽ പോകുന്നതായിരിക്കും. അതിന് പകരം നമ്മളിപ്പോൾ ഇവിടെയായി ഈ തൊട്ടപ്പുറത്തൊരു ആരോ കൊടുക്കുന്നതിന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഷെഡ്യൂൾ സെൻഡ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ രാത്രിയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ ഓഫീസ് തുറക്കുന്നത് രാവിലെ ആണെങ്കിൽ രാവിലെ 10 മണിക്ക് ആ മെയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷെഡ്യൂൾ സെൻഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് ഇതുപോലെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഷെഡ്യൂൾ സെൻഡ് എന്നുള്ളത് വന്നതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒന്നും പല രീതിയിൽ ചെയ്യാം. ടുമാറോ മോർണിംഗിൽ പോകണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് ഇതിൽ തന്നെ ഡിഫോൾട്ടായിട്ട് തരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ്. നമുക്ക് സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നത്തെ ഡേറ്റ് ആണോ വേണ്ടത് ആ ഡേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം എത്ര മണിക്ക് ആണ് ആ മെയിൽ പോകേണ്ടത് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഈ മെയിൽ ഇവിടെ നിന്ന് പോകുന്നതിനായി ഷെഡ്യൂൾ സെൻഡ് എന്നുള്ളതിനകത്തും ക്ലിക്ക് ചെയ്താൽ, അതായത് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു, ടൈം സെലക്ട് ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം ഷെഡ്യൂൾ സെൻഡ് എന്നുള്ളതാണ് കൊടുക്കണമെങ്കിൽ ആ മെയിൽ ആ കൃത്യ സമയത്ത് മാത്രമായിരിക്കും പോകുന്നത്. നമുക്കിപ്പോൾ അത് ഞാൻ അഡീഷണൽ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഇനി ഇവിടെ നിന്നും സെൻഡ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. സെൻഡ് കൊടുത്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ നിങ്ങൾ ആർക്കാണ് അയക്കാൻ അഡ്രസ്സ് എടുത്തിരുന്നത് ആ ആളിലേക്ക് സെൻഡ് ആവുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഡയറക്റ്റ് എന്റെ മെയിൽ ഐ ഡി തന്നെ കൊടുത്തുകൊണ്ടാണ് ഇതിൽ തന്നെ വന്നത്. നിങ്ങൾക്ക് കാണാൻ ഞാൻ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ കണ്ടു നമ്മൾ അയച്ചിരിക്കുന്ന മെയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അയച്ചു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും